ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ദോശ. അപ്പോൾ ഇതിനാകെ 4 ഇൻഗ്രീഡിയൻസേ എടുക്കുന്നുള്ളൂ. ഒന്ന്, 1 കപ്പ് കപ്പ പുഴുങ്ങി പൊടിച്ചത്, 1 കപ്പ് പച്ചരി കുതിർത്തിയെടുത്തിരിക്കും, 1/2 കപ്പ് ഉഴുന്ന് കുതിർത്തിയെടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം, എന്നിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് എടുത്തു വച്ചിരുന്ന 3 സംഭവങ്ങളും കൂടെ ചേർത്ത് അപ്പോൾ ഇതിൽ ഉഴുന്നും അരിയും നമ്മൾ സാധാരണ ദോശക്ക് അരക്കണ പോലെ അരച്ചെടുക്കുക. കപ്പ യാതൊരു കാരണവശാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അതിനൊരു പശയുള്ളതുകൊണ്ട് അത് മിക്കവാറും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് കൈകൊണ്ട് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ നമുക്ക് കപ്പ ദോശ സാധാരണ പച്ചക്കപ്പ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ പച്ചക്കപ്പയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ അളവിൽ പോയിസണസ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങിയ കപ്പ പൊടിച്ച് ചേർത്തിരിക്കുന്നത്. പച്ചക്കപ്പ ചേർത്താൽ ആ പോയിസണസ് സബ്സ്റ്റൻസ് ചുമ്മാ കഴുകിയത് കൊണ്ടൊന്നും പോകത്തില്ല. പുഴുങ്ങി ഊറ്റിക്കഴിഞ്ഞാൽ അത് പോകത്തുള്ളൂ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇത് ദോശമാവിൻ്റെ പരുവായിട്ടുണ്ട്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഇട്ട്, എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പിന്നെ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നമ്മൾ ഒരു തവ അടുപ്പത്ത് വെച്ചിരിക്കുക, അതിൽ ഇച്ചിരി എണ്ണ പുരട്ടുക. സാധാരണ ദോശ കിട്ടുന്ന പോലെ നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിടുക. നമ്മുടെ സാധാരണ ദോശ പോലെ. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കുക. നമ്മുടെ സാക്ഷാൽ കപ്പ ദോശ റെഡിയായി. നമ്മുടെ ചട്നി സാമ്പാറൊക്കെ ആയിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഇത് കപ്പ ദോശ ആയതുകൊണ്ട് മീൻകറി, പുളിയുള്ള മീൻകറി നല്ലതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയും കൂട്ടി. ഇതിലെ ഏറ്റവും പ്രധാന ഘടകം കപ്പ നല്ല പൊടി പോലെ വേകണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പൊടിച്ചാണ് ചേർക്കുന്നത്. മിക്സിയിലിട്ട് അടിക്കുന്നത് അത്ര സേഫ്. ഉഴുന്നും അരിയും മാത്രം ആദ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ബാക്കി കപ്പ കൈ കൊണ്ട് പൊടിച്ച് ചേർക്കുക. അപ്പോൾ അതിൽ ഉഴുന്നും അരിയും കുതിർത്ത് കഴിഞ്ഞ് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ അരച്ചെടുക്കുക. ഈ കപ്പ വേവിച്ച് കഴിഞ്ഞ് ഊറ്റി നല്ലപോലെ പൊടി പോലെ ആക്കിയിട്ട് ഇതിലോട്ട് കൈകൊണ്ട് തിരുമ്മി ചേർക്കുക. നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ വളരെ സോഫ്റ്റാണ് കപ്പ ദോശ. ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.